തുടർച്ചയായി 3 വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ എത്തുക. അതെ, ഫ്രാൻസ് 2018, 2022 ഇപ്പോൾ 2026 സെമിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മൊറോക്കയെ 2-0 ഏകപക്ഷീയമായ ഒരു ഗോൾ പോലും, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ മൊറോക്കോക്ക് കാര്യമായി അറ്റാക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് വളരെ മോശം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറോക്ക തണുപ്പൻ കളിയാണ് ഇന്നലെ കളിച്ചിട്ടുള്ളത്. അതായത് ഫ്രാൻസ് അവർ ഗംഭീര കളിയായിരുന്നു ഇന്നലെ. അതിൽ നമുക്ക് 1, 2 പ്രോബ്ലംസ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺട്രോവേഴ്സി ഇപ്പോൾ കുറച്ചൊരു സ്വാഭാവിക കാര്യമായി മാറിയല്ലോ. അപ്പോൾ വാർ കോൺട്രോവേഴ്സി എന്നുണ്ടായിരുന്നു, ഹാൻഡ് ബോൾ. പക്ഷെ അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓഫ് കോഴ്സ് അർജന്റീനയ്ക്കെതിരെ ആകുമ്പോൾ അത് കുറച്ചും കൂടി രൂക്ഷമായി മാറും. അപ്പോൾ ഇത് വിഷയം നമ്മളിപ്പോൾ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പറയാനുള്ള കാര്യം, എംബാപ്പെ ഇന്നലെ നല്ല കിടിലൻ ഒരു ഗോൾ നേടി, ഒരു അസിസ്റ്റും കൊടുത്തു. അദ്ദേഹം ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 വേൾഡ് കപ്പിൽ എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ തുടരുകയാണ്. വാട്ട് എ പ്ലെയർ, ഒന്നും പറയാനില്ല. അതായത് എംബാപ്പെ ഈ വേൾഡ് കപ്പിലും ഒന്നെങ്കിൽ ഗോൾഡൻ ബോൾ അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട്, മേ ബി രണ്ടും നേടാൻ ചാൻസ് ഉണ്ട്. ആ ലെവലിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം, ഫ്രാൻസ് സെമി ഫൈനൽ എത്തിയിട്ടുണ്ട്. 3 വേൾഡ് കപ്പിൽ തുടർച്ചയായി സെമി ഫൈനൽ എത്തുക തന്നെ എളുപ്പമുള്ള കാര്യമല്ല. കണ്ടിന്യൂസ്, അതായത് മാർവലസ് ഫോമാണ് ഫ്രാൻസ് തുടരുന്നത്. പിന്നെ മൊറോക്കോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറ്റാക്ക്, അതായത് വേണ്ട രീതിയിൽ ഒരു അറ്റാക്ക് മൊറോക്കോയാണ് കളിക്കുന്നത് തോന്നിപ്പോയി. ബ്രസീലിനൊക്കെ എതിരെ വിറപ്പിച്ച ടീമാണ് മൊറോക്കോ. പക്ഷെ ഫ്രാൻസിനെ അവരെന്തോ പേടിച്ച് കളിച്ചതാണോ അതോ ഡ്രോക്ക് വേണ്ടി കളിച്ചതാണോ എന്ന് വരെ തോന്നിപ്പോയി. ആ ടൈറ്റ് മത്സരം എക്സ്പെക്ട് ചെയ്ത ഭയങ്കര നിരാശനാക്കി കളഞ്ഞു. എന്തായാലും ഇനി മൊറോക്കോയെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ഫ്രാൻസ് ഓഫ് കോഴ്സ് സ്ട്രേറ്റ് ടു ദ സെമി ഫൈനൽസ്. അപ്പോൾ ഇനി ബാക്കി മത്സരത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇതിൽ പങ്കുവെക്കുന്നതാണ്. ഓക്കെ.